കടൽ ഇഷ്ടമല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ല, എത്ര കണ്ടാലും നമുക്ക് മതി വരാതെ. സത്യത്തിൽ പ്ലാനിങ്ങോട് കൂടി പോയതല്ല കേട്ടോ. ചോറ്റാനിക്കര തൊഴുത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഹിൽ പാലസിൽ കയറാമെന്ന് പറഞ്ഞ്. അപ്പം മെയ് 1 പൊതു അവധി എല്ലാ കാര്യം ഞങ്ങൾ മറന്നു. അവിടെ ചെന്നപ്പോഴാണ് അത് ഓർക്കുന്നത്. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പം ആദ്യക്കുട്ടൻ എവിടെയെങ്കിലും പോകണം. അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലുലു മോളാണ്. പോയി മടുത്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ പോകാനൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവസാനം അവരുടെ മാമൻ്റെ തീരുമാനമായിരുന്നു ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂറോളം വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നു. അവസാനം എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയാം? കുഴിപ്പള്ളി ബീച്ചാണ്. നമ്മളുടെ ചെറായി ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞങ്ങൾ നിന്ന സ്ഥലം കണ്ടോ, ഒരാളുടെ ശല്യമോ ഒന്നുമില്ല. പക്ഷെ അങ്ങ് അറ്റത്ത് എന്താ പറയുക, ഞങ്ങൾ വരുന്ന വഴിയിൽ ഭയങ്കര ലവേഴ്സ് കോർണറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ നിറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ അനിയൻ വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരെയും കൊണ്ടുവന്നെത്തിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർമാദിച്ചു ശരിക്കും. ആദ്യക്കുട്ടനും അനിയൻകുട്ടനും കടൽ കണ്ടാൽ മതിയാവില്ല. ആദ്യക്കുട്ടൻ്റെ കയ്യിൽ കുപ്പി കണ്ടോ, കുടിക്കാനുള്ള വെള്ളമാണ്. അതൊക്കെ പുള്ളി മറന്നുപോയി വണ്ടി വെക്കാനായിട്ട്. കണ്ടപ്പോഴേ ഇറങ്ങി ഓടിപ്പോന്നു കടൽ കാണാനായിട്ട് കേട്ടോ. പിന്നെ കളിയാണ്. അനിയൻകുട്ടനായാലും ആദ്യക്കുട്ടനായാലും എല്ലാവരും കളിക്കുകയാണ്. നമ്മളും മോശമൊന്നുമല്ല, കൊച്ചു പ്രായം ഒക്കെ തോന്നും. കടലിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളും കൊച്ചു കുട്ടിയാണെന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അനിയൻകുട്ടൻ്റെ ചെരുപ്പൊക്കെ കഴിക്കുകയാണ് അമ്മമ്മ. ഇനി അനിയൻകുട്ടനെ ഇറങ്ങണം. എന്ത് ചെയ്യും എന്നറിയില്ല. പക്ഷേ അനിയൻകുട്ടൻ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കണ്ടോ. അങ്ങറ്റത്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലവേഴ്സ് കോർണർ ഉള്ളത് കേട്ടോ. പിന്നെ ഒരല്പം സെൽഫി ആവാം. ഞങ്ങൾ അമ്മായിയും അനിയൻകുട്ടനും ഞാനും അച്ഛനും മാമനും അമ്മമ്മയും. ആദ്യം എവിടെയാണെന്നൊരു പിടിയില്ലല്ലോ. അതാ നിൽക്കുന്നു മതിക്കുട്ടൻ ദാ നിൽക്കുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഒരു ദിവസം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് കുഴിപ്പള്ളി ബീച്ചിൽ വന്ന് അച്ഛനെ പിടിക്കാൻ പോവാണ് കേട്ടോ. അച്ഛൻ ഈ വെള്ളം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി ആ തിരയുടെ അടുത്തേക്ക് പോവുക. അപ്പം അമ്മയ്ക്ക് ടെൻഷനായിപ്പോയി. വേഗം അച്ഛനെ പിടിച്ചുകൊണ്ട് പോവാണ്. ആദ്യം ഇവിടെ ഭയങ്കര പണിയാണ്, എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മണ്ണുകൊണ്ട് എന്തോ സെറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടെ കിടന്നൊരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്തി ശരിയാക്കുന്നുണ്ട്. അപ്പോഴാണതാ തിരയടിച്ച് വരുന്നു. വരരുതെന്ന് പറയുന്നുണ്ട്. ഈ വരയ്ക്കപ്പുറം ഇങ്ങോട്ട് കയറരുതെന്നൊക്കെ പറഞ്ഞ് ഡോൺ കം എന്നൊക്കെയാണ് പുള്ളി അവിടെ എഴുതി വെക്കുന്നത് കേട്ടോ. എന്ത് കാര്യം, തിരയുടെ വഴിക്ക് പോവും. അപ്പുറത്ത് അമ്മ എഴുതുന്നുണ്ട്, അപ്പുറത്ത് അമ്മാമ്മയും കടലമ്മ കള്ളിന്ന് എഴുതി വെക്കുന്നുണ്ട്. സത്യത്തിൽ ഞാനത് വിശ്വസിക്കുകയാണ്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അമ്മ കടലമ്മ കള്ളിന്ന് ഒരുപാട് അത്യാവശ്യം കുറച്ച് ഞങ്ങൾ നിന്നതിനേക്കാൾ കുറച്ചുകൂടെ മേളിൽ എഴുതി വെച്ചെങ്കിൽ പോലും കടലിൽ തിര വന്നത് മാച്ചുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും മാച്ചുകൊണ്ട് പോയി. ആദ്യക്കുട്ടൻ വടിയെടുത്ത് കടലിനെ അടിക്കുകയാണ് കേട്ടോ. എത്രയും വേഗം തിര വന്നേക്കാൻ മുന്നേ പുള്ളിക്ക് അത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്.